മൊയ്തീൻകുട്ടി സാറ് ആയിട്ട് എൻ്റെ ബന്ധം 1986-87 കാലഘട്ടങ്ങളിലൊക്കെ മൊയ്തീൻകുട്ടി സാറ് ഇവിടെ വന്ന അന്ന് മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് സ്കോളർ ആയ മുതൽ ഉള്ള ബന്ധമാണ്. അപ്പോൾ സാറ് പിന്നെ സാറിൻ്റെ എഫേർട്ടുകൾ, സാറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരു അക്കാഡമിക് വിൻഡോസിലൂടെ മാത്രം നോക്കി കാണേണ്ടതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സാറ് എങ്ങനെയായിരുന്നോ ഒരു റിസർച്ച് സ്കോളർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്നത്, അതേ എനർജിയും വൈബ്രൻസിയോടും കൂടി തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ടും അല്ലാത്ത നിലകളിൽ പ്രവർത്തനം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പടിയിറങ്ങുന്നത്. ഒരു മൾട്ടിഫേരിയസ് ആയിട്ടുള്ള മുഖമായിരുന്നു മൊയ്തീൻകുട്ടി സാറിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ടായിരുന്നത്. അത് കേവലം ഒരു അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അക്കാഡമിക് ഡിസ്കോഴ്സ് മാത്രമായിരുന്നില്ല. ഇത്രയും വൈബ്രൻസി ഉള്ള ഒരു സാറ് നമ്മുടെ ഒരു ക്യാമ്പസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റിക്കും ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾക്കും ഡിപ്പാർട്ട്മെൻറ്റിനും മൊത്തത്തിൽ ഒരു നഷ്ടമായിട്ട് തോന്നാമെങ്കിലും ഈ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഇതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വൈബ്രൻസിയും അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകളും കൂടുതൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു മേഖലയിലേക്കായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ റിട്ടയർമെൻറ്റ് ലൈഫ്, അക്കാഡമിക് റിസർച്ച് ലൈഫിൽ നിന്നും അദ്ദേഹം താൽക്കാലികമായിട്ട് ഈ ക്യാമ്പസിൽ നിന്നും വിടവാങ്ങുകയാണെങ്കിൽ തന്നെയും അതിനുശേഷം അദ്ദേഹം ഈ സമൂഹത്തിന്, അക്കാഡമിക് സമൂഹത്തിനും സ്കൂൾ, പ്രത്യേകിച്ച് ഈ അദ്ദേഹത്തിൻ്റെ എഫേർട്ട് ഈ കരിയർ ഗൈഡൻസിലും സോഷ്യൽ സർവീസ് മേഖലയിലൊക്കെ ഒരുപാട് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ശോഭിക്കാൻ കഴിയും. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു.